ഗ്രേസ് മീഡിയ യൂട്യൂബ് ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 68ാമത് തെക്കൻ കുരിശുമല തീർത്ഥാടനം 2025 ഏപ്രിൽ 30 മുതൽ ഏപ്രിൽ 6 വരെയുള്ള ദിവസങ്ങളിലും ഏപ്രിൽ 17, 18 പെസഹ വ്യാഴം അതുപോലെ ദുഃഖവെള്ളി സമയങ്ങളിൽ നടത്തപ്പെടുകയാണ്. ഇന്നായിരുന്നു, അതായത് 30-ാം തീയതിയായിരുന്നു ഇതിൻ്റെ കൊടിയേറ്റും അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി ഘോഷയാത്രയ്ക്ക് ഉണ്ടായിരുന്നത്. വെള്ളറടയിൽ നിന്ന് സംഗമവേദി വരെ നടക്കുന്ന ഈ കുരിശിൻ്റെ വഴിയിൽ ഒരുപാട് ആൾക്കാരാണ് പങ്കെടുത്തത്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള കാര്യപരിപാടികളൊക്കെയാണ് ഈ വർഷവും ക്രമീകരിച്ചിട്ടുള്ളത്. തുടക്ക ദിവസം ഉച്ച സമയത്തുള്ള കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രദക്ഷിണം നടക്കുന്ന ദിവസങ്ങളിൽ സംഗമവേദികളിൽ ഒരുപാട് പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സംഗമവേദിയിൽ നിന്ന് കുറേ ദൂരം ബൈക്കിൽ വരാൻ പറ്റും. എന്തായിരുന്നാലും കൊടിയേറ്റും കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല, അവർ അവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ സ്റ്റേജിൽ പരിപാടി നടക്കുന്നുണ്ട്, സംഗീതാർച്ചന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ എല്ലാ പ്രാവശ്യം വരുന്ന പോലെ തന്നെ നമ്മൾ ഇതുവരെ ബൈക്കിൽ വരാൻ പറ്റും. നമ്മൾ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2025 മലകയറ്റം നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. മുകളിലോട്ട് പോകാം. മുമ്പത്തെ വർഷങ്ങളിലെ പോലെ തന്നെ നമ്മൾ ഇപ്രാവശ്യവും മുകളിലേക്ക് കയറുകയുണ്ടായി. അതിൻ്റെ വീഡിയോസ് ട്രാവൽ ഡയറി എന്ന യൂട്യൂബ് ചാനലുണ്ട്. അവരുടെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ സംഗമവേദി നമുക്ക് അവിടെ പൊടിയായിട്ട് കാണാൻ പറ്റും. നമ്മളിങ്ങനെ കയറി ഇതുവരെ എത്തിയിട്ടുണ്ട്. ഇനി മുകളിലേക്ക് കേട്ടോ ഒരുപാട് ആൾക്കാർ കയറി വരുന്നുണ്ട്. തളർന്നാ? ഇല്ല ഇപ്പം തളർന്നില്ല. ഓക്കെ, അപ്പോൾ മുകളിലോട്ട് പോട്ടോ. കടകളൊന്നും തുടങ്ങിയിട്ടില്ല, വളരെ കുറച്ച് കടകൾ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ യാത്രയിൽ ഒരു പകുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റമാണ്. നമ്മൾ അഗസ്ത്യർകൂടം കയറിയപ്പോഴും ലെങ്ത് ഉണ്ടായിരുന്നെങ്കിലും ഇതുപോലുള്ള ഹൈറ്റ് കുറവാണ്. ലെങ്ത് ഉണ്ട് എങ്കിലും ഇത്ര കടുപ്പമല്ല. ഇപ്പോൾ നമ്മൾ കയറി വരുന്ന കണ്ടോ, ഒരു ഭയങ്കര ഒരു കുഴിയിൽ കയറി വരുമ്പോഴാണ് ഇവിടെ ഉള്ളത്. അതെല്ലാം പടിക്കെട്ടുകൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇനി അങ്ങോട്ട് കുറച്ച് ദൂരമുണ്ട്. ഇവിടെ നിന്ന് നല്ല അടിപൊളി വ്യൂ ആണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പുറത്തെ സൈഡ് ഈ ഗോപുരയിൽ കാണിച്ചാൽ മനസ്സിലാവത്തില്ല, അതുകൊണ്ടാണ്. ഇവിടെ നല്ല പൊളി വ്യൂ ആണ്. ഒരു റിസർവർ ഏരിയ കാണുന്നുണ്ട്. തുടക്ക ദിവസമായതിനാൽ വളരെ തിരക്ക് കുറവായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. പക്ഷേ നല്ല തിരക്കായിരുന്നു ഇന്നും. കയറി പോകുന്ന പാതയിൽ കഴിഞ്ഞ പ്രാവശ്യങ്ങളെ പോലെ തന്നെ വഴി വിളക്കുകളും അതുപോലെ വെള്ളം കുടിക്കാനുള്ള കടകളും ഒക്കെ നമുക്ക് ഇപ്പോഴും കാണാവുന്നതാണ്. കൊടിയേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ ഒത്തിരി ആൾക്കാർ, ഭക്തജനങ്ങൾ, തീർത്ഥാടകർ മുകളിലേക്ക് എത്തുന്നതും അതുപോലെ തന്നെ നമ്മൾ എത്തിയ സമയത്ത് കയറിയിട്ട് തിരിച്ചിറങ്ങുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിച്ചു കേട്ടോ. കയറി വരുമ്പോഴും അതുപോലെ തന്നെ മുകളിൽ നിന്നാലുള്ള അടിപൊളി വ്യൂ ഒക്കെ നമ്മളെ ട്രാവലിംഗ് ഡയറി യൂട്യൂബ് ചാനലിൽ കുരിശുമലയുടെ മുകളിലേക്ക് വരുന്നതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ ടോപ്പിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇവിടെ ഉദ്ഘാടനവും കാര്യപരിപാടികളൊക്കെ നടക്കുന്നത്. സംഗമവേദിയിലും പരിസരത്തുമൊക്കെ വളരെ മനോഹരമായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എല്ലാ ദിവസവും വളരെ നല്ല രീതിയിലുള്ള പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. ഒരുപാട് സെമിനാർ, ക്ലാസ്, അതുപോലെ തന്നെ സംഗീത അർച്ചനകൾ, അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രോഗ്രാംസ് ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട് കേട്ടോ. സംഗമവേദിയിൽ നമ്മൾ രാത്രി നിൽക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങ് ദൂരെ നമ്മുടെ ഏറ്റവും മുകളിൽ വച്ചിരിക്കുന്ന, ടോപ്പിൽ വച്ചിരിക്കുന്ന ആ കുരിശ് കാണാൻ പറ്റും. നമ്മൾ ഈ കാണുന്ന വെട്ടത്തിൻ്റെ അതുവഴിയാണ്, നമ്മൾ ആ ട്യൂബ് ലൈറ്റാണ് കാണുന്നത്, അതുവഴിയാണ് നമ്മൾ മുകളിലേക്ക് എത്തുന്നത്. പിന്നെ കാണാനുള്ളത് എല്ലാ മേളകളിലൊക്കെ കാണുന്നത് പോലെ തന്നെ ഒരുപാട് ഫാൻസി ഐറ്റംസ്, ഫുഡ് ഐറ്റംസ്, ടോയ്സ്, അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ വാങ്ങാനും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ കഴിക്കാനും ഷോപ്പ് ചെയ്യാനുമുള്ള അവസരങ്ങളുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഒരുപാട് കടകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് തുടക്ക ദിവസത്തെ തന്നെ ഇത്ര തിരക്ക് നമ്മൾ പ്രതീക്ഷിച്ചതല്ല, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലെ പോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് 2025 തെക്കൻ കുരിശുമല വേദിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനൊപ്പം വെറൈറ്റി ആയിട്ട് ഒരു പെറ്റ് ഷോ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കുട്ടികൾക്കും ഫാമിലിയായിട്ടൊക്കെ വരുന്നവർക്ക് ആ പെറ്റ് ഷോ കൂടെ കയറി ആസ്വദിക്കാവുന്നതാണ് കേട്ടോ.
നമ്മുടെ ചാനലിൽ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വിശേഷമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം കേട്ടോ. ബൈ.